അങ്ങനെ കലോത്സവം ഡേ 1 ആണിത്. ഞങ്ങൾ 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ കോളേജിലെത്തി. അന്ന് വെളുപ്പിനെ ഞങ്ങൾ എണീറ്റു. അപ്പോൾ ഇത് കോളേജൊക്കെ രാവിലെ കാണാൻ അടിപൊളിയാണല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ, കണ്ടപ്പോഴേ മനസ്സിലായി കാണും. പിന്നെ എന്താണ്, ഞങ്ങളുടെ ഗ്രീൻ റൂം തപ്പി നടക്കുവാണ്. വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞങ്ങളുടെ ഗ്രീൻ റൂം. അപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. ലഗേജൊക്കെ കുറേ ഉണ്ടായതുകൊണ്ട് തന്നെ ലിഫ്റ്റാണ് യൂസ് ചെയ്തത്. പിന്നെ അന്നത്തെ 2 ദിവസം ഫുള്ളും കൂടുതലും ഞാനായിരിക്കും ആ ലിഫ്റ്റ് യൂസ് ചെയ്തത്. അങ്ങോട്ട് മേലോട്ട് പോകാനാണെങ്കിലും താഴോട്ട് പോകാനാണെങ്കിലും ഞാൻ ലിഫ്റ്റാണ് യൂസ് ചെയ്തത്. അങ്ങനെ അതാ ഞാൻ എൻ്റെ ഗ്രീൻ റൂമിലെത്തി. അപ്പോൾ നേരത്തെ ഞങ്ങൾ വന്നിരുന്നു, കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന 8 മണിയെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജിൽ ഫ്രണ്ടിൽ ഋത്വയുടെ ഫ്ലെക്സ് പോലെ വെച്ചേക്കുന്നതാണ്. സോ കലോത്സവത്തിൻ്റെ പേര് ഋത്വ എന്നായിരുന്നു. അങ്ങനെ മേക്കപ്പ് മാനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് ഞങ്ങൾ പിന്നെയും ഗ്രീൻ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഫോക്ക് ഡാൻസ് ആയിരുന്നു. സോ അതിന് പെട്ടെന്ന് അങ്ങ് റെഡിയായി. മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ വലുതായിട്ടൊന്നും എടുത്തില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫോക്ക് ഡാൻസിൻ്റെ ലുക്ക്. ഗ്രീൻ റൂമിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു മ്യൂസിക്കിൻ്റെ ആണെങ്കിലും ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ കോമ്പറ്റീഷൻ നടന്നത്. അപ്പോൾ അവിടെ പാട്ടൊക്കെ വയ്ക്കുമ്പോൾ ഞങ്ങൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. കാരണം ഞങ്ങളുടെ അവിടുത്തെ സ്റ്റേജിൽ പരിപാടിയൊക്കെ പതുക്കെയായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഫോക്ക് ഡാൻസിന് ആദ്യമേ കുറച്ച് നേരത്തെ തന്നെ റെഡി ആയിരുന്നു. നമ്മുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെയാണ് നേരത്തെ കണ്ടതായിരുന്നു. എനിക്ക് മേക്കപ്പ് ചെയ്ത മേക്കപ്പ് മാൻ. അപ്പോൾ ഫോക്ക് ഡാൻസ് ഞങ്ങൾക്ക് അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ എൻ്റെ ഓലയൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചു തന്നായിരുന്നു ഓലയെല്ലാം റെഡിയാക്കുന്ന. എൻ്റെ ഡാൻസിൻ്റെ പ്രോപ്പർട്ടി ഓലയായിരുന്നു. സോ അങ്ങനെ ഡാൻസിൻ്റെ അവിടെ പോയി നിന്നു. സ്റ്റേജ് ഇതായിരുന്നു സ്റ്റേജ്. ഡാൻസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യും, കാരണം എനിക്ക് യൂണിവേഴ്സിറ്റി കലോത്സവം കൂടി ഉണ്ട്. സോ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുച്ചിപ്പുടിക്ക് ഒരുങ്ങണമായിരുന്നു, കാരണം അത് കഴിഞ്ഞാൽ ഉടനെ കുച്ചിപ്പുടിക്ക് മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റെഡി ആവുമായിരുന്നു. ഞാൻ ലാസ്റ്റാണ് ചെയ്തത് കുച്ചിപ്പുടി, കാരണം ഫോക്ക് ഡാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുച്ചിപ്പുടിയിലോട്ട് മാറാൻ നല്ല പാടാണല്ലോ. സോ അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മേക്കപ്പ് മാൻ സാബു മാമൻ. അടിപൊളിയായിട്ട് ഒരുക്കി. എല്ലാവരും പറഞ്ഞു നല്ല മേക്കപ്പായിരുന്നു എന്നൊക്കെ. താങ്ക് യു സാബു മാമൻ. അപ്പോൾ എന്താ അൽത്ത ഇടുവാണ്. നമുക്ക് ഫോക്കിന് അൽത്ത വേണ്ട, പക്ഷേ ബാക്കി എല്ലാ ക്ലാസിക്കൽ ഡാൻസിനും അൽത്ത വേണം. അപ്പോൾ അൽത്ത ഇടുവാണ്. അപ്പോഴത്തേക്കും അവിടെ തന്നെ വിളിച്ച് തുടങ്ങി. പക്ഷേ എനിക്കിത് ചെയ്യാതെ പോകാൻ പറ്റില്ലല്ലോ, കാരണം മത്സരത്തിന് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഓരോ സ്റ്റെപ്സും. അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അമ്മയടുത്തൊക്കെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേജിലോട്ട് പോകുമ്പോൾ അമ്മ എനിക്ക് വീഡിയോ എടുത്തു തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ വഴി പോകണോ ആ വഴി പോകണോ എന്ന് ചോദിക്കുകയാണ്. അമ്മ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തന്നു, അവിടെ റാമ്പിൽ കൂടെ നടക്കുന്നതും. അങ്ങനെ സമയം അവിടെ അപ്പോഴത്തേക്കും വേറെ പിള്ളേർ കളിച്ചു തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ പതുക്കെ പോയി. പിന്നെ അവിടെ ചെന്നിരുന്നു കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്, കാരണം ഞാൻ ഓടിക്കളിച്ചായിരുന്നു പോയത്. സോ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോക്ക് ഡാൻസ് റിസൾട്ട് വന്ന ആ സന്തോഷത്തിലാണ് ഞാൻ. എനിക്ക് ഫോക്ക് ഡാൻസിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് റീൽസ് എടുത്തു. ഇനി നമുക്ക് വൈകിട്ട് മോഹിനിയാട്ടമാണുള്ളത്. അപ്പോൾ ഇപ്പോഴേ റെഡി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. റീൽസ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാ ഓർണമെൻറ്റ്സൊക്കെ മാറ്റി, മുടിയൊക്കെ വേറെ സ്റ്റൈലിൽ കെട്ടണമല്ലോ. സോ അതിന് ഓർണമെൻറ്റ്സ് എല്ലാം മാറ്റുവാണ്. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഓർണമെൻറ്റ്സ് തന്നെ ഇടണം. മാല മാത്രമേ മോഹിനിയാട്ടത്തിന് ചേഞ്ച് വരുന്നുള്ളൂ. സോ എൻ്റെ കോലം കണ്ട് എൻ്റെ മുടി അയക്കുന്നത് സ്പ്രേയും ജെല്ലൊക്കെ തേച്ച് മുടി നല്ല പറന്ന് കിടക്കുന്നതുകൊണ്ട് അതൊക്കെ വാരി തേച്ച് ഒട്ടി ഇരിക്കുവാണ്. അതുകൊണ്ട് ഇപ്പോൾ ഹെയർ എന്തായാലും നല്ലൊരു ഡാമേജ് ആയിട്ടിരിക്കുവാണ്. അങ്ങനെ മോഹിനിയാട്ടത്തിന് ഒരുങ്ങി. ഇതാണ് മോഹിനിയാട്ടത്തിൻ്റെ ലുക്ക്. അപ്പോൾ അതിൻ്റെ ഞാൻ റീൽസൊക്കെ ചെയ്തത് നേരത്തെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ മോഹിനിയാട്ടം ഉച്ചയ്ക്ക് മുമ്പേ റെഡിയായി. ഒരു 11:30 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ 12 മണിയൊക്കെ ആയപ്പോൾ റെഡിയായി. പക്ഷേ എനിക്ക് മത്സരം വൈകിട്ട് 4:30 കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റേജിലായിരുന്നു മോഹിനിയാട്ടം. അപ്പോൾ അതിൻ്റെ ഈ ഡാൻസിനെല്ലാം വീഡിയോസ് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അവിടെ വഞ്ചിപ്പാട്ടായിരുന്നു ഉച്ചയ്ക്ക് നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ മോഹിനിയാട്ടം ഉണ്ടായിരുന്നത്. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടി പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരിക്കുവാണ്. അങ്ങനെ അവിടെയും കുറേ സ്റ്റേജസൊക്കെ ഉണ്ടായിരുന്നു, എലക്യൂഷനും അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ മോഹിനിയാട്ടവും കഴിഞ്ഞു. മോഹിനിയാട്ടം കഴിഞ്ഞിട്ട് നമുക്ക് അന്നത്തെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി ഡ്രസ്സെല്ലാം മാറ്റി. ഓർണമെൻറ്റ്സും മേക്കപ്പൊന്നും കളഞ്ഞില്ല, അതൊക്കെ വീട്ടിൽ പോയിട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ സംഘനൃത്തം ഉണ്ടായിരുന്നു, അത് കുറച്ച് പേര് ഇന്ന് കാണാമെന്ന് വിചാരിച്ചു. സംഘനൃത്തം എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ഇപ്രാവശ്യം സംഘനൃത്തത്തിന് ഇറങ്ങിയില്ലായിരുന്നു, അടുത്ത പ്രാവശ്യം നോക്കണം. അങ്ങനെ അതെല്ലാം കണ്ട് എൻ്റെ ലുക്ക് കണ്ട് എനിക്കങ്ങ് വയ്യാണ്ടായി. ഭയങ്കര ക്ഷീണവും വല്ലാത്തൊരവസ്ഥയായിരുന്നു. മിക്ക ഡാൻസേഴ്സിന് മനസ്സിലാവും, കാരണം എത്ര പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേജ് ചെയ്ത് കഴിയുമ്പോൾ വയ്യാണ്ടാവും. ക്വൈറ്റ് നാച്ചുറൽ.
പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കാറിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ കുറച്ചധികം നേരം ഇരുന്നു, ഒരു 10-20 മിനിറ്റ് ഇരുന്നായിരുന്നു. അമ്മയ്ക്കും ആണെങ്കിലും തലവേദന എടുക്കുമായിരുന്നു, എനിക്കും വയ്യായിരുന്നു, കാലുവേദനയും തലവേദന. ആ ഓർണമെൻറ്റ്സൊക്കെ അത്രയും നേരം ഇട്ട് മേക്കപ്പും അത്രയും മണിക്കൂറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്, ഈ ഇടയ്ക്കൊന്നും അങ്ങനെ ഒത്തിരി നേരം ഇട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ചിരിയൊക്കെ ഞാൻ അഭിനയിക്കുകയാണ് വീഡിയോ എടുക്കുമ്പോൾ. ഉറക്കമൊക്കെ വരുന്നുണ്ടാണ് ഞങ്ങൾക്ക്. എൻ്റെ ഇത് വന്നിട്ട് സെക്കൻഡ് ഡേയിലായിരുന്നു. അന്ന് എനിക്ക് ഭരതനാട്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർണമെൻറ്റ്സും ഡ്രസ്സൊക്കെ അപ്പം തന്നെ മാറ്റി. മേക്കപ്പൊക്കെ ഞാൻ പിന്നെ മാറ്റിയിട്ട് ആണ് വീട്ടിൽ പോയത്. സോ ഈ വീഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ അമ്മ എന്നെ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരെ എത്തിയതും നല്ലോണം ചെയ്യാൻ പറ്റിയതും. നല്ല സപ്പോർട്ടാണ് അമ്മ ചെയ്തത്. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്, എന്നാലും ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് 4 പ്രൈസ് ഉണ്ട്. ബാക്കി ഏതൊക്കെ പ്രൈസാണ് ഞാൻ അടുത്ത വീഡിയോ പറയാം, നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്ക്. എന്തായാലും എനിക്ക് പ്രൈസ് ഉണ്ട്. ആൻഡ് ഇതൊക്കെ കുറച്ച് ഫോട്ടോസാണ്, ഒത്തിരി ഫോട്ടോസുണ്ട്. ഞാൻ കുറച്ച് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ പിന്നെന്താ, എനിക്കിനി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോകാൻ പറ്റും. ഇൻ്റർ യൂണിവേഴ്സിറ്റി കലോത്സവമാണ്. സോ അതൊക്കെ എപ്പോഴാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അതും ഞാൻ വ്ളോഗൊക്കെ എടുത്ത് ഇടാൻ നോക്കാമെന്നല്ല, ഞാൻ എന്തായാലും വ്ളോഗ് എടുത്തിരിക്കും. ഇപ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിക്കാം. പിന്നെ ബിഗ് താങ്ക്സ് ടു എൻ്റെ അപ്പ, എൻ്റെ അനിയൻ, പിന്നെ ഈ ഡാൻസിന് വേണ്ടി സഹായിച്ച കുറേ പേരുണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നില്ല, അവരോടും. പിന്നെ എന്നെ മേക്കപ്പ് ചെയ്ത അടിപൊളി മേക്കപ്പ്, നല്ല രസമുള്ള ഫോട്ടോസാണ്. ആ ഫോട്ടോസ് കണ്ടാലേ അറിയാമല്ലോ മേക്കപ്പ് അടിപൊളിയാണ്. സോ ഇങ്ങനെ ഇത്രയും നല്ല മേക്കപ്പ് ചെയ്തെന്ന് സാബു മാമനോടും ഒരുപാട് നന്ദി. ഞാൻ മോഹിനിയാട്ടത്തിന് മാത്രം കുറച്ച് ക്ലിപ്സ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നെയാണ്. ബാക്കി ഈ 4 ഡാൻസിൻ്റെ വീഡിയോ ഞാൻ ഈ മന്തോ അടുത്ത മന്തോ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സാണിത്. അപ്പോൾ ബാക്കി ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി എല്ലാ വ്ളോഗ്സ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ, ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ. സ്റ്റേ ട്യൂൺഡ്. ബൈ.